മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ധ്യാനത്തിൻ്റെ ഭാഗമായി നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് ഒരു വൈദികനെ പരിചയപ്പെടാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെ അനുഭവം വളരെ ഹൃദയസ്പർശിയായി എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ കൂടെ വില്ലേജുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനും വചനപ്രഘോഷണം നടത്താനും ഞാനും യാത്ര ചെയ്തു. കുറേ കിലോമീറ്ററുകൾ നടന്ന് 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പല വില്ലേജുകളിലും പോയി വചനപ്രഘോഷണം നടത്തുകയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരിച്ചു വരികയും ചെയ്യുക. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, കുറേ വർഷങ്ങളായി ഇവിടെ അച്ഛന് സേവനം ചെയ്യുകയാണല്ലോ, അച്ഛന് ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: അച്ഛാ, എനിക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ ദിവസവും ഞാൻ മുൻപോട്ട് പോകുന്നത്. ദൈവം നമ്മളെ നോക്കിക്കൊള്ളും. ഈ വാക്കുകൾ എനിക്ക് തിരിച്ചറിവിൻ്റെ വാക്കുകളായിരുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാം. ഈശോ കുറേ നിർദ്ദേശങ്ങൾ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അധികാരങ്ങളും നൽകുന്നുണ്ട്. പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. രോഗങ്ങൾ സുഖപ്പെടുത്താൻ ശക്തി കൊടുത്തു. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ നിർദ്ദേശങ്ങളും കൊടുത്തു. നമ്മളൊക്കെ സാധാരണയായി യാത്ര പോകുമ്പോൾ കുറേ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. ബാഗൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് യാതൊരു വിധത്തിലുള്ള ഒരുക്കങ്ങളും വേണ്ട എന്നും ദൈവത്തിൽ ആശ്രയിക്കാൻ ആണ് പറയുക. വടി, സഞ്ചി, അപ്പം, പണം, 2 ഉടുപ്പുകൾ, ഇതൊന്നും വേണ്ട, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശം. വടി ഉപയോഗിക്കുന്നത് കുത്തി നടക്കുന്നതിനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുമാണ്. അതുപോലെ തന്നെ സഞ്ചി അത്യാവശ്യ കാര്യങ്ങൾ ശേഖരിക്കാൻ ഉപകരിക്കുന്നു. അതുപോലെ അപ്പം ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഇല്ലെങ്കിലും പണമുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങാം. സ്നേഹമുള്ളവരെ, ഈ കാര്യങ്ങളൊന്നും എടുക്കണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് കർത്താവ് അവരെ അയക്കുന്നത്. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ നാം വായിക്കുന്നുണ്ട്: വിളവധികം, വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന ആഹ്വാനത്തോടു കൂടി 72 പേരെ ഇതേ നിർദ്ദേശങ്ങൾ നൽകി സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് അയക്കുന്നു. 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നു, സന്തോഷത്തോടുകൂടി ശിഷ്യന്മാർ മടങ്ങി വന്ന് അവർ ചെയ്ത കാര്യങ്ങൾ കർത്താവിനെ അറിയിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടയിലും ഒരുപാട് വചന പ്രഘോഷകരുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വൈദികനെ പോലെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും വചനം പ്രഘോഷിച്ച് കർത്താവിനെ കൊടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ ഭവനങ്ങളിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ, ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വചനം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ എന്ന രീതിയിൽ എൻ്റെ ഭവനത്തിൽ വചനം പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരു വൈദികൻ, സന്യാസി, സന്യാസിനി എന്ന രീതിയിൽ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ വചന പ്രഘോഷകരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ വചന പ്രഘോഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കഴിവുകളെ ദൈവവചന പ്രഘോഷണത്തിന് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ വിചിന്തനത്തിനായി കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ നാം വായിക്കുന്നു: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അതിനാൽ ദൈവാശ്രയ ബോധത്തോടുകൂടി ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.